Happy Christmas to you all. Welcome to my channel Karthis Worldview. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് സാന്റാക്ലോസ്. ക്രിസ്തുമസുമായി ബന്ധപ്പെട്ട ഒരു ഇതിഹാസിക വ്യക്തിയാണ് സെന്റ് നിക്കോളാസ്. ഫാദർ ക്രിസ്മസ്, ക്രിസ്തുമസ് പാപ്പ എന്നു പേരുകളിൽ അറിയപ്പെടുന്ന സാന്റാക്ലോസ്. ക്രിസ്തുമസ് സന്ധ്യയായ ഡിസംബർ 24 അർദ്ധരാത്രിയോടൊത്തു സമയത്തും വിശുദ്ധ നിക്കോളാസ് ദിനമായ ഡിസംബർ 6 ഇദ്ദേഹം കുട്ടികൾക്ക് സമ്മാനങ്ങൾ നൽകാനായി എത്തും എന്നാണ് വിശ്വാസം. ബിഷപ്പിന്റെ വസ്ത്രങ്ങൾ ധരിച്ച് വിശുദ്ധ നിക്കോളാസിനെയാണ് ചിത്രങ്ങളിൽ കാണാൻ കഴിയുന്നതെങ്കിലും ആധുനിക സാന്റാക്ലോസ് ചുവന്ന കോട്ടും വെളുത്ത കളറും കഫും ചുവന്ന ട്രൗസറും കറുത്ത തൂക്കൽ ബെൽറ്റും ബൂട്ടും ധരിച്ച് തടിച്ച് വെള്ളത്താടിയുള്ള സന്തോഷവാനായ ഒരാളെയാണ് ചിത്രീകരിക്കപ്പെടുന്നത്. രാഷ്ട്രീയ കാർട്ടൂണിസ്റ്റായ തോമസ് നാസ്റ്റിന്റെ സ്വാധീനം മൂലം 19-ാം നൂറ്റാണ്ടിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ ഈ രൂപം പ്രശസ്തമായി. യുണൈറ്റഡ് കിങ്ഡത്തിലും യൂറോപ്പിലും ഇദ്ദേഹത്തിന്റെ രൂപം അമേരിക്കൻ സാന്റയ്ക്ക് സമാനമാണെങ്കിലും ഫാദർ ക്രിസ്തുമസ് എന്നാണ് പൊതുവെ വിളിക്കപ്പെടുന്നത്. ക്രിസ്തുമസ് നാളുകളിൽ കുട്ടികൾക്കുള്ള സമ്മാനങ്ങൾ വീടുകളുടെ ചിമ്മിനിയിലൂടെ അദ്ദേഹം അകത്തേക്ക് ഇട്ടുകൊടുക്കുന്നുവെന്നാണ് സങ്കല്പം. ക്രിസ്തുമസ് ആഘോഷിക്കുന്ന എവിടെയും വളരെ പരിചിതനാണ് തോളിൽ സഞ്ചിയുമായി വരുന്ന സാന്താക്ലോസ്. AD 3-4 നൂറ്റാണ്ടുകളിൽ തുർക്കിയിലെ തുറമുഖ പട്ടണമായ പത്താറയിൽ ലിസിയയിൽ ജനിച്ച നിക്കോളാസ് എന്ന വിശുദ്ധനാണ് സാന്റാക്ലോസ് എന്ന ഇതിഹാസമായി മാറിയത്. സെയിന്റ് നിക്കോളാസിനെ ഡച്ചുകാർ സിന്റർക്ലോസ് എന്നാണ് പറഞ്ഞിരുന്നത്. പിന്നെ അത് സാന്റിക്ലോസ് എന്നും തുടർന്ന് സാന്റാക്ലോസ് എന്നുമായി മാറി. സാന്റാക്ലോസ് എന്ന വിശുദ്ധൻ ദരിദ്രരെയും രോഗികളെയും സഹായിക്കുന്നതിനായി അലഞ്ഞു നടന്നിരുന്നു. ഈ വിശുദ്ധൻ തന്റെ മുഴുവൻ സമ്പത്തും സമൂഹത്തിലെ പാവപ്പെട്ട ആൾക്കാരെ സഹായിക്കുന്നതിനാണ് ഉപയോഗിച്ചത്. കുട്ടികൾക്കും നാവികർക്കും സംരക്ഷണമായി വിശുദ്ധ നിക്കോളാസ് മാറി. മറ്റൊരു കഥ പ്രകാരം നെതർലാൻഡ്സിൽ നിന്നുള്ള ആളുകൾ അമേരിക്കൻ കോളനിയിലേക്ക് കുടിയേറിയപ്പോൾ അവർ വിശുദ്ധ നിക്കോളാസിന്റെ ഐതിഹാസിക കഥകൾ പറഞ്ഞിരുന്നു. വിശുദ്ധ നിക്കോളാസിന്റെ മഹാമനസ്സ് കഥയുടെ കഥകൾ 17-ാം നൂറ്റാണ്ടോടുകൂടി അമേരിക്കയിൽ പലയിടത്തും പ്രചരിച്ചു. അവിടെയുള്ള ജനപ്രിയ സംസ്കാരം ഇദ്ദേഹത്തിന്റെ പ്രതിച്ഛായ തന്നെ മാറ്റിമറിച്ചു. സാന്റയ്ക്ക് എല്ലാ കാലത്തും വലിയ കുടവയറുള്ള ആരോഗ്യവാന്റെ രൂപമായിരുന്നില്ല. നല്ല കുട്ടികൾക്ക് സമ്മാനങ്ങൾ നൽകുന്ന, പൈപ്പിലൂടെ പുകവലിക്കുന്ന, മേൽക്കൂരയ്ക്ക് മുകളിലൂടെ 4 ചക്രമുള്ള വണ്ടിയിൽ പറക്കുന്ന മെലിഞ്ഞയാളായിട്ടാണ് വാഷിംഗ്ടൺ ഇർവിങ് എന്ന എഴുത്തുകാരൻ 1809 ഹിസ്റ്ററി ഓഫ് ന്യൂയോർക്ക് എന്ന തന്റെ പുസ്തകത്തിൽ സാന്തയുടെ ചിത്രം വരച്ചത്.